ആത്മാവേ ആത്മാവേ ഗുഹായേ, അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ, അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ, പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ, ആദിമ ചൈതന്യം നിറയും ഗുഹായേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. അളവുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും താതനു നന്ദി. അതിരുകളില്ലാത്ത സ്നേഹം, ദൈവസ്നേഹം, നിത്യസ്നേഹം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്കെല്ലാവർക്കും കർത്താവ് തരുന്ന ശക്തമായ ഒരു സന്ദേശം ഒരു ദൈവഭക്തനായിരിക്കാനുള്ള സന്ദേശമാണ്. ഒരു ദൈവഭക്തയായിരിക്കാനുള്ള സന്ദേശമാണ്. വലിയ പ്രതിസന്ധികൾ വന്നാലും, പ്രശ്നങ്ങൾ വന്നാലും, വേദനകൾ വന്നാലും, എന്തു വന്നാലും എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അതാണ് തോബിത്ത് മകൻ തോബിയാസിനെ ഉപദേശിക്കുമ്പോൾ പ്രത്യേകം എടുത്തു പറയുന്നൊരു കാര്യം. തോബിത്തിൻ്റെ പുസ്തകം 4:21 നമ്മൾ വായിക്കുന്നുണ്ട്. നമുക്ക് ആ വചനഭാഗം ഒന്ന് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറയുന്നു. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. പറഞ്ഞേ ഹല്ലേലൂയാ. പറഞ്ഞേ ഹല്ലേലൂയാ. കണ്ടോ, അവിടെ തോബിത്ത് മകൻ തോബിയാസിനോട് പറയുകയാണ്, നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ആയില്ലേ, ദരിദ്രരായി, രോഗങ്ങൾ ദുരിതങ്ങളൊക്കെ ആയി. അപ്പം അങ്ങനത്തെ അവസ്ഥയിലുള്ളവർ ശ്രദ്ധിക്കുക, തോബിത്തിൻ്റെ ഉപദേശം സ്വീകരിക്കുക. പക്ഷെ നമ്മളിങ്ങനെ ആയതിലെ ഓർത്ത് അമിതമായ ആകുലതയോ ടെൻഷനോ ഒന്നും വേണ്ട എന്ന് പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം 3 കാര്യങ്ങൾ പ്രത്യേകിച്ച് പറയുന്നതിൽ ആദ്യത്തെ കാര്യം ഇതാണ്: നിനക്ക് ദൈവത്തോട് ഭക്തി ഉണ്ടായിരിക്കുകയും, പിന്നെ 2ാമത്തെ കാര്യം നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും, പിന്നെ 3ാമത്തെ കാര്യം അവിടത്തേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. അതുകൊണ്ട് ആദ്യത്തെ കാര്യമാണ് കർത്താവ് നമ്മോട് പറയുക, ഇന്ന് നീ ഒരു ദൈവഭക്തനായിരിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ ദൈവഭക്തിയെ പറ്റി പറയുന്ന തിരുവചന ഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും ഉച്ചത്തിൽ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 1-ാം അധ്യായം 11 മുതലുള്ള തിരുവചനം.
മഹത്വവും മഹത്വവും ആനന്ദവും ആനന്ദവും സന്തോഷവും സന്തോഷവും ആഹ്ലാദത്തിന്റെ ആഹ്ലാദത്തിന്റെ മകുടവുമാണ് മകുടവുമാണ് കർത്താവിനോടുള്ള കർത്താവിനോടുള്ള ഭക്തി. ഭക്തി. അത് ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്നു. സന്തോഷവും സന്തോഷവും ആനന്ദവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുന്നു. കരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. അപ്പോൾ കർത്താവിനോടുള്ള ഭക്തി അതൊരിക്കലും അവഗണിക്കരുത് എന്നാണ് പറയുക. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. ഒരു ദൈവഭക്തനെ ദൈവം ഒരിക്കലും അവഗണിക്കില്ലെന്ന് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായത്തിൽ കാണാൻ സാധിക്കും. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാ ഭഗ്നാശനായത്? കർത്താവിൻ്റെ ഭക്തനിൽ ആരാണ് പരിത്യക്തനായത്? ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ജോബ് കർത്താവിൻ്റെ വലിയൊരു ഭക്തനായിരുന്നു. നമുക്ക് തോന്നി ജോബിനെ ദൈവം പരിത്യജിച്ചു എന്ന് തോന്നി. പക്ഷെ ദൈവം അവസാനം അദ്ദേഹത്തിന് എന്താ ചെയ്തു കൊടുത്തതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് മുമ്പ് ജീവിച്ചവരൊക്കെ വിശുദ്ധരായ മക്കളൊക്കെ എന്തുമാത്രം സഹനവും വിഷമവും വേദനയൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ അവരിങ്ങനെ ദൈവഭക്തിയിൽ അവസാനം വരെ അവർ ഉറച്ചു നിൽക്കുകയാണ്. രക്തസാക്ഷികൾ ദൈവഭക്തിയിൽ അവസാനം വരെ ഉറച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവഭക്തനായിരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ ഏത് രീതിയിലൊക്കെ വന്നാലും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. അതിന് പറ്റിയ വചനഭാഗമാണ് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 7 മുതലുള്ള തിരുവചനം. നമുക്കൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വീഴാതിരിക്കാൻ വഴി തെറ്റരുത്. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ. പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. കർത്താവിന്റെ ഭക്തരെ ഐശ്വര്യവും നിത്യാനന്ദവും അനുഗ്രഹവും പ്രതീക്ഷിക്കുവിൻ. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്കുവിൻ. കർത്താവിനെ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശനായത്? കർത്താവിന്റെ ഭക്തരിൽ ആരാണ് പരിത്യക്തനായത്? അവിടുത്തെ വിളിച്ചപേക്ഷിച്ചിട്ട് ആരാണ് അവഗണിക്കപ്പെട്ടത്? വലുത് പറഞ്ഞേ ഹല്ലേലൂയാ. ഇരുകരത്തിൽ പറഞ്ഞേ ഹല്ലേലൂയാ. കർത്താവിന്റെ ഭക്തരിൽ ആരാ അവഗണിക്കപ്പെട്ടത്? ആരാണ് ദൈവത്താൽ ഉപേക്ഷിക്കപ്പെട്ടത്? അപ്പൊ എപ്പോഴും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുക. കുർബാന, കുമ്പസാരം, വചനവായന, സ്തുതിപ്പ്, ജപമാല, മറ്റ് ഭക്തകൃത്യങ്ങളിൽ എപ്പോഴും നന്മ ചെയ്യുക, പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എപ്പോഴും ഒരു ദൈവഭക്തനായിരിക്കും. ഒത്തിരി പേര് നമ്മെ കളിയാക്കാനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ എപ്പോഴും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിന്നോ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ദൈവം ഒരിക്കലും നമ്മെ അവഗണിക്കുകയോ പരിത്യജിക്കുകയോ ചെയ്യില്ല. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർക്ക് വീണ്ടും കർത്താവ് തരുന്നൊരു സന്ദേശമാണ് സത്യസന്ധരായിരിക്കാനുള്ള സന്ദേശം. ഒരിക്കലും കള്ളം പറയരുത്. നമുക്കറിയാം 10 പ്രമാണങ്ങൾ 8-ാമത്തെ പ്രമാണമാണ് കള്ളം പറയരുത്, കള്ളസാക്ഷ്യം നൽകരുത് എന്ന പ്രമാണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈശോ പറഞ്ഞില്ലേ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം, വഴിയും സത്യവും ജീവനും ഞാനാണ്. അപ്പം സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു എന്നാണ് ബൈബിളിൽ കാണാൻ സാധിക്കുക. ഈ പത്രോസിനോട് അനനിയാസും സഫീറായും വന്ന് നുണ പറഞ്ഞപ്പോൾ അവർക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് അപ്പോസ്തല പ്രവർത്തനം 5-ാം അധ്യായത്തിൽ എഴുതി വെച്ച പുസ്തകം നമ്മളൊന്ന് വായിക്കാൻ പോവുകയാണ്. ഈ കള്ളക്കണക്ക്, തട്ടിപ്പ്, വെട്ടിപ്പ്, കരിഞ്ചന്ത, പൂഴ്ത്തിവെപ്പ്, അല്ലെങ്കിൽ വായെടുത്ത് എപ്പോഴും നുണ പറയുക, കള്ളത്തരം കാണിക്കുക, അങ്ങനെയുള്ളവരൊക്കെ ദൈവത്തെ ഭയപ്പെടുക. അത് 8-ാം പ്രമാണ ലംഘനമാണ്. അങ്ങനെയുള്ള എല്ലാവരും മക്കളെ ഈ സമൂഹത്തിൽ കാണുകയാണ്. അത് വലിയ പാപമാണെന്നുള്ള കാര്യം ഓർക്കുക. ദൈവത്തിൻ്റെ കൃപ മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്നൊരു മേഖലയാണ്. അങ്ങനെ സത്യസന്ധതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും ചിന്തകളും സംസാരങ്ങളും രീതികളും. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെടുക, ദൈവഭക്തനായി തീരുക. നമുക്ക് ഈ വചനഭാഗം അപ്പോസ്തല പ്രവർത്തനം 5:1 മുതലുള്ള വചനങ്ങൾ പ്രത്യേകമായിട്ടൊന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കാം. ഏറ്റു പറയുന്നു. അനനിയാസ് എന്നൊരാളും അവന്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു. വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റിവെച്ചു. ബാക്കി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു.
ചോദിച്ചു. പത്രോസ് ചോദിച്ചു, അനനിയാസേ, പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിന്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത്? പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ? വിറ്റ് കിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ? ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചത് എന്താണ്? നീ വ്യാജം പറഞ്ഞത് മനുഷ്യരോടല്ല, ദൈവത്തോടാണ്. ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്ത് വീണ് മരിച്ചു. ഇത് കേട്ടവരെല്ലാം ഭയവിഹ്വലരായി. ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു. ഇരു കരങ്ങൾ ഉയർത്തുന്ന സുതച്ചേൻ ഹാലലിയ ഹാലലിയ ഹാലലിയ. ശക്തമായെന്ന് സുതച്ച് പ്രാർത്ഥിക്കുക. പോരാ, ശബ്ദമയത്തിൽ സുതച്ച് പ്രാർത്ഥിക്കുന്നു. സത്യസന്ധമായ വാക്ക് എന്നേക്കും നിലനിൽക്കുന്നു. ഒരു ദൈവഭക്തൻ എപ്പോഴും സത്യസന്ധനായിരിക്കണം. ഹാലുലിയ ഹാലുലിയ. സത്യസന്ധതയ്ക്ക് വിരുദ്ധമായ സംസാരങ്ങള്, പ്രവൃത്തികള്, കള്ള കുമ്പസാരങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. ഹാലുലിയ 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 ഹാലുലിയ. വഴിയും സത്യവും ജീവനുമായ ഈശോയെ അവിടുത്തെ സത്യസന്ധത കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഹാലുലിയ 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 ഹാലുലിയ. ഞങ്ങൾ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകത്തെ ഞങ്ങൾ എല്ലാവരും നിറയ്ക്കണമേ. ഷിയ റിയ റിയ വിളിച്ച് 3 പ്രാവശ്യം യേശുവേ യേശുവേ യേശുവേ. ശക്തിയോടെ കരങ്ങളടച്ച്, ശബ്ദത്തിൽ കരങ്ങളടച്ച് ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം. ആദ്യ സഭവാളി മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ആദ്യ സഭവാളി മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. മലകമാരൊന്നിച്ചാരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം. ആത്മാവിൻ ശക്തിയോടെ ശബ്ദമയത്തെ ശക്തമായി എല്ലാവരും സുതച്ച് പ്രാർത്ഥിക്കുക. ദൈവഭക്തി എന്ന വലിയ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കാൻ വേണ്ടി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവെ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം അറിയമേ, മാലാഖമാരെ, മുഖ്യ ദൂതന്മാരെ, സ്വർഗ്ഗത്തിൽ വിശുദ്ധരെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബത്തിലേക്ക്, കൂട്ടായ്മയിലേക്ക് ഈ ഏൽ റുഹ ദൈവവചന ശുശ്രൂഷ ആരൊക്കെ എപ്പോഴൊക്കെ കാണുന്നുണ്ട് അവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്തണേ, സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെടണേ, തിരത്തെത്താൻ കടയണമേ. സകല ശുദ്രം, മന്ത്രവാദ, ആഭിചാരം, ഗുണോത്രം, ദുഷ്ടദോഷം, പൈശാചാകം, പിഴകളോ, ബാധകള് ഞങ്ങളുടെ കുടുംബത്തിനും കൂട്ടായ്മയിൽ നിന്നും ദൂരെ ഇടണമേ. പാപകരമായ സകലതും അസൂയ, ചതി, വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ ശക്തിയ രക്ഷകനായ യേശുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ ശക്തിയിലും മധ്യസ്ഥാലും മാലാമാരുടെ ശക്തമായ സാന്താ സമർശത്താലും ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും എല്ലാ തിന്മകളും വെള്ളത്തിലും വായിലൂടെ വസ്ത്രത്തിലും അക്ഷരങ്ങളും കടന്നുന്ന മാനസികമോ, ശാരീരിക, ആത്മീയമായ, മാനസികമോ, പ്രാപ്തിയോ, പൈശാചികമായ സകല ബന്ധനങ്ങളും മത്തായി 4:10, ലൂക്ക 4:8, മർക്കോസ് 16:5, ഉദ്യോഗം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്നി 10 ശക്തിയ സകലവിധ പ്രകൃതിക്ഷമ, ഇടിമിലി, ഇടിവെട്ട്, നാശത്തെ, ഉറപ്പ്, ഉദ്ദേശം, വാസി, വൈരാ,
തർക്കം, കലഹങ്ങൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ജഡികാസതി, ദിവ്യാസതി, കോപാസതി, ഭക്ഷണാസതി, സ്വയംഭോഗം, സ്വർഗ്ഗഭോഗം, തെറ്റായ ബന്ധങ്ങൾ, സ്നേഹങ്ങൾ, വ്യഭിചാരം, ദുർബോധ, അഹങ്കാരം, അസൂയ, അലസം, മോഹം, കോപം, കൊതി, വിവാഹ തടസ്സം, ജോലി തടസ്സം, വിൽപ്പന തടസ്സം, യാത്ര തടസ്സം, പഠന തടസ്സം, കോടതിയിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, തൊക്ക്, ആന്തരികം, ബാഹ്യങ്ങളും ചെറുതും രോഗപീഠങ്ങൾ, അമിതമായ ഭയം, ദുഃഖം, നിരാശ, അപകർഷതാബോധം, കുറ്റബോധം, ലജ്ജ, തൊട്ടാവാടി സ്വഭാവം, വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ്, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക, വചനം വായിക്കുക, ജപമാചരണ തടസ്സങ്ങൾ, രോഗശാന്തി തടസ്സങ്ങൾ, സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ, വരദാനങ്ങൾ കിട്ടാനുള്ള തടസ്സങ്ങൾ, വന്യജീവികളുടെ ക്ഷുദ്രജീവികളുടെ ആക്രമണങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മയും അരുവികളെയും ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ഈശോയുടെ കുരിശുകളിലേക്ക് ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രവേശിച്ചു വന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു, വിട്ടുപോട്ടെ. വിളിച്ചേ 3 പ്രാവശ്യം യേശുവേ എന്ന് വിളിച്ചേ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങളടിച്ച്, ശബ്ദത്തിലെ കരങ്ങളടിച്ച് ആരാധിക്കുക. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചവോ, അപ്പസ്തോലൻ ജയിലുകളിൽ ആരാധിച്ചവോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചവോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദാനിയേലോ സിംഹക്കുഴിയിൽ ആരാധിച്ചവോ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചവോ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചവോ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, പലരമാരൊന്നിച്ച് ആരാധിക്കാം, ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോടെ ഇരുകരത്തിൽ സ്തുതിച്ച് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരോ സ്വർഗ്ഗത്തോളം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, മുട്ടകൾ നിവർത്തി പിടിക്കുക, വിരലുകൾ അടർത്തി പിടിച്ച് എല്ലാവരും ഹല്ലേലൂയ പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കള്ളക്കൊമ്പസാരന്റെ ദുരാത്മാവ് വിട്ടുപോട്ടെ. ഷിയാദിയ എപ്പോഴും സത്യസന്ധരായിരിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. അതൊരു കൃപയായി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞ്, വേഗത്തിൽ ഹല്ലേലൂയ പറഞ്ഞ്, ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞ് ദൈവഭക്തിയിൽ ഉറച്ചിട്ടാനുള്ള കൃപ ലഭിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളും ദാനങ്ങളും വരങ്ങൾ ലഭിക്കാൻ വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങളും രോഗങ്ങളും അസ്വസ്ഥതകളും കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോട്ടെ. രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. ബന്ധിതായ മക്കൾ ബന്ധത്തിൽ വിടുതൽ കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ച് സ്തുതിക്കുന്നു. പല സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം മാറിപ്പോട്ടെ. പോരാ സ്തുതിച്ച് ആലുലി, 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 ആലുലിയ, ആലുലി, 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 ആലുലിയ, ആലുലി, 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 ആലുലിയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയിലേക്ക് നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ശബ്ദം ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. അവിടെ ഇരിക്കുമ്പോൾ യേശുവിലേക്ക് നോക്കിക്കൊണ്ടോ കണ്ണുകൾ അടച്ചുകൊണ്ടോ ശക്തമായി സ്തുതിക്കുക. പക്ഷെ പലരെയും അനുഗ്രഹിച്ച് തൊട്ട് അനുഗ്രഹിച്ച് കടന്നു പോകുന്ന സമയമാണ്. ഡെയ്സി എന്നൊരു പേര് ഈശോ കാണിക്കുന്നുണ്ട്. ഡെയ്സിയുടെ മുട്ടുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ലോൺ തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ബാബു എന്ന ഒരു വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ജോയേൽ എന്ന മകന് ഒരു ആൺകുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. മുറിവുകൾ ഉണ്ടായാൽ ഉണങ്ങാത്ത അവസ്ഥ ഈശോ ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകുന്നതായിട്ട് കാണിക്കുന്നു. ആ വ്യക്തിയോട് തുറന്നു കുമ്പസാരിക്കാൻ ഈശോ സന്ദേശം നൽകുന്നു. കാലിന്റെ മുട്ട് തെന്നുന്ന അവസ്ഥ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അൾസർ മൂലമുള്ള ബുദ്ധിമുട്ട് എടുത്തു മാറ്റി ഈശോ ഒരാളെ അനുഗ്രഹിക്കുന്നുണ്ട്. 10 വർഷമായി മൈഗ്രെയിൻ തലവേദന എടുത്തു മാറ്റി ഒരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അമല എന്ന പേരുള്ള ഒരു സിസ്റ്ററിനെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. അമിതമായ തൊണ്ടവേദന, തൊണ്ടപ്പഴുപ്പ് ഇതുമൂലമുള്ള അസ്വസ്ഥത കർത്താവ് സൗഖ്യം നൽകിയ ഒരു വ്യക്തിയെ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 90% കാഴ്ചശക്തി നഷ്ടപ്പെട്ട ഒരു മകൾക്ക് കാഴ്ചശക്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഗർഭസ്ഥ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് അങ്ങനെയുള്ള ഗർഭസ്ഥ ശിശുക്കളെ അനുഗ്രഹിക്കുന്നുണ്ട്. ടോം എന്നൊരു പേര് തരുന്നു. ബിസിനസ് മേഖലയെ, ടോം എന്ന വ്യക്തിയുടെ ബിസിനസ് മേഖലയെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. സുഭാഷിതം 11:1 വചന കർത്താവ് സമൂഹത്തിന് തരികയാണ്. കള്ളത്രാസ് കർത്താവ് വെറുക്കുന്നു, ന്യായമായ തൂക്കം അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു. അനിത എന്ന മകളുടെ ജോലി മേഖലയിൽ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഗർഭനിരോധന മാർഗങ്ങള് കോണ്ട് ഉപയോഗിക്കുക, കോൺട്രാസെപ്റ്റീവ് പിൽസ്, ഗർഭനിരോധന ഗുളികൾ ഉപയോഗിക്കരുത് എന്ന് കർത്താവ് സന്ദേശത്തിലൂടെ നൽകുന്നു. സുഭാഷിതം 28:14 കർത്താവ് സന്ദേശമായി തരികയാണ്. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്.
ഹൃദയം കഠിനമാക്കി വെക്കുന്നവന് വലിയ ദുരിതം അനുഭവിക്കേണ്ടി വരുമെന്ന് കർത്താവ് സന്ദേശം തരികയാണ്. വീണ്ടും പ്രഭാഷണം 11:17 എന്ന് നമ്മൾ ഏറ്റുപറഞ്ഞ വചനത്തോട് ചേർത്ത് തരുന്നു. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനിൽ നിന്ന് ഒഴിയുന്നില്ല. ദൈവകൃപ ശാശ്വതമായ ഐശ്വര്യം പ്രദാനം ചെയ്യും. കർത്താവിന്റെ ദാനങ്ങൾ ദൈവഭക്തനായ ഒരു വ്യക്തി നിന്ന് ഒഴിയില്ല എന്ന് ഈശോ പറയുന്നു. തൈറോയ്ഡ് സംബന്ധമായ രോഗമുള്ളവർ പ്രാർത്ഥിക്കുക. തൈറോയിഡിന് ഓപ്പറേഷൻ പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. റിറ്റി എന്നൊരു പേര് തരുന്നു. ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് റിറ്റിക്ക് സന്ദേശം തരുന്നു. എൻട്രൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരു മകളുടെ മൈഗ്രെയിൻ തലവേദന കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മുഖം മുഴുവനും വലിയ കുരുക്കൾ വന്ന് വലിയ വേദനയിൽ അനുഭവിക്കുന്ന ഒരു മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. മാരിയോ എന്നൊരു പേര് തരുന്നു. മാരിയോ ശക്തമായി പ്രാർത്ഥിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. 11 വർഷത്തിലധികമായ ഒരു മകളുടെ ഷോൾഡർ പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. കണ്ണിന് ഓപ്പറേഷൻ വന്നിരിക്കുന്ന മേരി എന്ന മകൾക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. 4 ഏക്കർ സ്ഥലത്തിന്റെ വിൽപ്പന തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇടവിട്ട് പനിക്കുന്ന ഒരു കുട്ടിക്ക് കർത്താവ് സൗഖ്യം നൽകുന്നതായിട്ട് കാണിക്കുന്നു. നാളുകളായി വെഞ്ചരിക്കാത്ത ഒരു വീട് കാണിക്കുകയാണ്. ആ വീട്ടിലെ ഒരു കിഡ്നി രോഗിയുണ്ട്. ആ വീട് എത്രയും പെട്ടെന്ന് വെഞ്ചരിക്കാൻ കർത്താവ് സന്ദേശം നൽകുന്നു. ശക്തമായ മോണപ്പഴുപ്പുള്ള ഒരു സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. ബ്ലഡ് ക്യാൻസർ ഉള്ളൊരു ആൺകുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. 9 വയസ്സിന് താഴെ പ്രായമുള്ള ഒരു കുട്ടിയാന്ന് ഈശോ കാണിക്കുന്നു. സന്ദീപ് എന്ന മകനോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദീപിന് സന്ദേശം തരുന്നു. ജെറിൻ എന്ന മകനെ കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ഉപ്പിറ്റി വേദന കാരണം ക്ലാസ്സിൽ പോലും പോകാൻ സാധിക്കാത്തൊരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. മദ്യക്കുപ്പികൾ അലങ്കരിച്ച് വീട്ടിൽ വെക്കുന്ന കുറേ മക്കളെ കാണിക്കുന്നുണ്ട്. മദ്യക്കുപ്പികൾ അലങ്കരിച്ച് വീട്ടിൽ വെക്കുന്ന മക്കള് ആ കുപ്പികളൊക്കെ നശിപ്പിച്ച് കളയാൻ ആ വീട് വെഞ്ചരിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. വീട് ജപ്തിയായി ബന്ധുവിന്റെ വീട്ടിൽ ഇപ്പോൾ താമസിക്കുന്ന ഒരു കുടുംബത്തെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. പുതിയൊരു മാർഗം ഈശോ തുറന്നു കൊടുത്ത് അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു. ശക്തമായ ചൊറിച്ചില് തൊലി പോകുന്ന അവസ്ഥ കർത്താവ് ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. അതിഭയങ്കരമായ എലിശല്യം ഈശോ കാണിക്കുകയാണ് ഒരു വീട്ടില്. ആ വീട്ടുകാരോട് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു. വെറുപ്പ് ഉപേക്ഷിക്കുക, ക്ഷമിച്ച് പ്രാർത്ഥിക്കുക, എന്നിട്ട് ആ വീട് വെഞ്ചരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ നിന്ന് എലിശല്യം മാറിപ്പോകുന്ന ഈശോ പറയുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ വലിയ സാന്നിധ്യം ചില മക്കൾക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യരും മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്ന ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ, TV മുതലായവയുടെ ലൈറ്റ് കണ്ണിലടിക്കുമ്പോൾ അസ്വസ്ഥത വരുന്നൊരു കണ്ണട ധരിച്ച സഹോദരിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. വിവാഹമോചനത്തെ കുറിച്ച് ചിന്തിക്കുന്ന ദമ്പതികളെ ഈശോ എടുത്തു കാണിക്കുന്നുണ്ട്. ദൈവികമല്ലാത്ത ചിന്തകൾ ഉപേക്ഷിക്കാനും പരസ്പരം ഒന്നാവാനും അങ്ങനെ ഡിവോഴ്സിന് വേണ്ടി ചിന്തിക്കുന്ന വ്യക്തികൾക്ക് സന്ദേശം തരികയാണ്. മരിച്ചുപോയ ഒരു വ്യക്തിയുടെ ഫോട്ടോയ്ക്ക് മുന്നിലിരുന്ന് പ്രാർത്ഥിക്കുകയും കൊന്ത ചെല്ലുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ കുടുംബത്തെ കാണിക്കുന്നു. അത്തരം പ്രവൃത്തിയിൽ നിന്ന് വിട്ടുനിന്ന് ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കാൻ കർത്താവ് പറയുന്നു. വിട്ടുമാറാത്ത ജലദോഷം, അലർജി അങ്ങനെയുള്ള അവസ്ഥയുള്ള ജെറോം എന്ന മകന് പൂർണ്ണ സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഈ മകൻ വിദേശത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണെന്ന് ഈശോ കാണിക്കുന്നു. വചനം വായിക്കാനുള്ള തടസ്സങ്ങൾ കർത്താവ് പലരും എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. യേശുവേ മഹത്വം 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പേര് അഞ്ജു. ഞാൻ കുന്നംകുളത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു അധ്യാപികയാണ്. ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂള് ഒരുപാട് ഉള്ളോട്ടുള്ളൊരു സ്കൂളാണ്. അതുകൊണ്ട് കുട്ടികൾ എത്തിപ്പെടാൻ പൊതുവേ ബുദ്ധിമുട്ടുള്ള സ്കൂളാണ്. ഈ വർഷം ജൂണിൽ ഞങ്ങൾക്ക് 8ാം ക്ലാസ്സിലേക്ക് മാത്രമായിട്ട് 56 കുട്ടികൾ ആവശ്യമുണ്ടായിരുന്നു. അതില്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂളിൽ ഒരു മാഷിന് ജോലി നഷ്ടപ്പെടുമായിരുന്നു. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്ത 2 പേർക്ക് ജോലി നഷ്ടപ്പെട്ടിട്ട് വളരെയധികം വിഷമത്തിലായിരുന്നു. അപ്പോൾ ഈ വരുന്ന ജൂണിലേക്ക് ഞങ്ങൾക്ക് 56 കുട്ടികൾ 8ാം ക്ലാസ്സിലേക്ക് മാത്രം വേണമായിരുന്നു. അങ്ങനെ വേനൽക്കാല അവധിക്കാലത്ത് എല്ലാ അധ്യാപകരും ഓരോ കുട്ടികളുടെ വീട്ടിൽ കയറി പല വാഗ്ദാനങ്ങൾ നൽകി അവരെ ക്യാൻവാസ് ചെയ്യായിരുന്നു. ഞാനിവിടെ എൽറുഹയിൽ ഏകദിനത്തിന് വന്ന് പ്രാർത്ഥിക്കാമെന്ന് നേർന്നിരുന്നു. 4ാമത്തെ ഏകദിനത്തിൻ്റെ സമയമായപ്പോഴേക്കും ബാത്റൂമിൽ വീണ് എൻ്റെ കാലൊടിഞ്ഞിട്ട് എനിക്കത് പൂർത്തിയാക്കാൻ പറ്റിയില്ലായിരുന്നു. ഞാനിപ്പോൾ 4ാമത്തെ ശനിയാഴ്ച വീട്ടിൽ ഓൺലൈനിൽ ഏകദിനം സംബന്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, ബാത്റൂമിൽ വീണ് കാലൊടിഞ്ഞൊരു സഹോദരിയെ ഈശോ കാണിക്കുന്നു എന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി ഒരു പ്രതീക്ഷ വന്നു. ഞാൻ പിന്നീട് സ്കൂളിലേക്ക് കുട്ടികളെ കിട്ടാൻ വേണ്ടി മുടങ്ങാത്ത നിയോഗം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത്ഭുത ജപമാല റെക്കോർഡ് കണ്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ അത്ഭുത ജപമാല റെക്കോർഡ് കണ്ട് പ്രാർത്ഥിച്ചപ്പം 2022 ഫെബ്രുവരി 1-ാം തീയതിയിൽ നടന്ന അത്ഭുത ജപമാലയിൽ അച്ഛൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, സ്കൂളിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു അധ്യാപികയുടെ പ്രാർത്ഥന ഈശോ കേൾക്കുന്നു എന്ന്. അതല്ലാതെയും അച്ഛൻ അധ്യാപികയുടെ പ്രാർത്ഥന കേൾക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ പേര് പറഞ്ഞു. എൻ്റെ പേര് ഒരു കോമൺ നെയിം ആയതുകൊണ്ട് ഞാൻ ഈശോ എനിക്ക് എന്നെ തന്നെ ആവാൻ വേണ്ടി എനിക്ക് കൂടുതലൊരു ബോധ്യം തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പം അച്ഛൻ എൻ്റെ മാമോദീസ പേര് വിളിച്ചു പറഞ്ഞു. ആൻസിറ്റ എന്നാണ്. അത് അധികം ആർക്കും ഞാൻ കേട്ടിട്ടില്ല ആ പേര്. അപ്പോൾ എനിക്ക് ഉറച്ച വിശ്വാസമായി. അങ്ങനെ ഞങ്ങളുടെ സ്കൂളിൽ ഈ വർഷം 8ാം ക്ലാസ്സിലേക്ക് മാത്രം 65ഓളം കുട്ടികൾ വന്നു. മൊത്തം സ്കൂളിലേക്ക് 200-ലധികം വിദ്യാർത്ഥികൾ വന്നു. ഞങ്ങളുടെ സ്കൂളിൻ്റെ ചരിത്രത്തിൽ അത് വലിയൊരു നേട്ടമാണ്. അത്രയും ഉള്ളോട്ടാണ് സ്കൂൾ. വേറെ സ്കൂളുകൾ ഒരുപാട് സമീപ പ്രദേശങ്ങളുള്ളതുകൊണ്ട് കുട്ടികൾ അങ്ങോട്ടാണ് പോവാറ്.
അപ്പോൾ ഈ ഒരു അത്ഭുതം ഈശോ തന്നതിന് ഞാൻ ഈശോയ്ക്ക് മാതാവിനും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വലിയൊരു സാക്ഷ്യമാണ് അഞ്ജുവിൻ്റെ സാക്ഷ്യം. പ്രത്യേകിച്ച് ഈ അധ്യാപികയായ ഈ മകള് സ്കൂളിൽ കുട്ടികൾ കുറഞ്ഞപ്പോൾ പ്രത്യേകം നിയോഗം വെച്ച് ഇവിടെ ഏകദിന കൺവെൻഷനും പ്രത്യേകിച്ച് ഈ അത്ഭുതങ്ങൾ ജപമാലയും പ്രാർത്ഥിച്ചപ്പോൾ അതെല്ലാം വിളിച്ചു പറഞ്ഞ് എത്ര പ്രാവശ്യം ബോധ്യം കിട്ടത്തക്ക രീതിയിൽ വിളിച്ചു പറഞ്ഞ് കർത്താവ് ഒത്തിരിയേറെ അനുഗ്രഹിക്കുകയാണ്. നമ്മുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, പരിശുദ്ധ അമ്മയോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചാൽ കുട്ടികളുടേതായ കുട്ടിക്കുറുമ്പും പിടിവാശിയും പഠിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂളിൽ കുട്ടികൾ കുറയുന്ന അവസ്ഥ. ഇത് ഇൻറ്റീരിയർ ഏരിയയിലുള്ള ഒരു സ്കൂളാണ് ഇട്ട് പോലും കണ്ടോ, കുട്ടികൾ അവരെ ചരിത്രത്തിലില്ല എന്ന് പറയാം. അതുപോലെ പരിശുദ്ധ അമ്മയോട് പ്രത്യേകം മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആ മകളുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുകയാണ്. അപ്പോൾ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങളും കുട്ടികളുടേതായ ഇങ്ങനെയുള്ള പഠന മേഖല പ്രശ്നങ്ങളും സ്കൂൾ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരുത്തിലേക്ക് സമർപ്പിച്ച് നീ പ്രാർത്ഥിച്ചോ, വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. വിശ്വാസത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകൾ കുത്തി ഇരു കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. കരങ്ങൾ ഉയർത്തുന്ന എല്ലാവരും ഒന്ന് സ്തുതിച്ചേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സാക്ഷ്യം പറയാൻ തീരുമാനമെടുത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോ ശബ്ദം ഉയർത്തി സ്തുതിക്കുന്നു. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.